ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയോട് വന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും വലിയൊരു തമാശ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. ശരി, നീ പറയുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആന്റണി എന്നെ ശല്യപ്പെടുത്താൻ വന്നു, അപ്പോൾ നിങ്ങളെ പറ്റിയും എന്നെ പറ്റിയും ഒരുപാട് മോശമായൊക്കെ സംസാരിച്ചോട് ഉത്സാഹിക്കിട്ട് ഞാൻ അവന്റെ കരണക്കുറ്റി നോക്കി 2 കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ സച്ചി പേടിച്ചു പോവുകയാണ്. സച്ചി പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ട് തമാശ എന്നും പറഞ്ഞ് രേവതി അകത്തേക്ക് കയറി പോവുകയാണ്. എന്തായാലും നമ്മുടെ ആന്റണി ആണെങ്കിൽ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതിയോട് പറയുകയാണ്, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ, നീ സച്ചിയുടെ കാറിന്റെ കീ ഒരു മണിക്കൂർ നേരത്തേക്ക് എനിക്കൊന്ന് തരണം എന്ന് പറയുകയാണ്. അവന്റെ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാനാണ് അവൾ ഇന്ന് എന്നെ തല്ലി എന്നും കൂടി പറയുന്നുണ്ട്. രേവതി തല്ലിയ കാര്യം പറയുകയാണ്. അപ്പൊ ശ്രുതിക്കാണെങ്കിൽ സച്ചിയോട് ഇപ്പൊ ഏറ്റവും വലിയ ദേഷ്യമായിട്ട് നിൽക്കുകയാണ്. തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ശ്രുതിയും രേവതിയും കൂടിയിട്ട് തന്നെയാണ്. മാമന്റെ കാര്യമായാലും അതുപോലെ ഇപ്പൊ ഗർഭിണിയല്ല എന്നുള്ള കാര്യമായാലും. അപ്പൊ അവളാണെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ അവൾ പറയുന്നുണ്ട്, ശരി ഞാൻ സംഘടിപ്പിച്ച് തരാം, പക്ഷെ ഞാൻ ആ വീട്ടിലില്ല ഇപ്പോൾ, എന്നെ അവർ രണ്ടുപേരും ചേർന്ന് എന്നെ അടിച്ചു പുറത്താക്കിയിരിക്കുകയാണ്, അവരും കൂടി നിന്നിട്ടാണെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി ഭാമ ആന്റിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ഭാമ ആന്റിയോട് കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവന്റെ സച്ചിയുടെ കാറിന്റെ കീ കുറച്ചു നേരത്തിന് എനിക്ക് വേണമെന്നും ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭാമ ആന്റി കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിച്ച് കേട്ടിട്ട് അവള് അവിടേക്ക് വരികയാണ്. എന്നിട്ട് രേവതിയോടൊക്കെ ഇങ്ങനെ കുശലങ്ങളൊക്കെ ചോദിച്ച് അവന്റെ മുറിയിൽ കയറി ആ കീ അങ്ങ് എടുക്കുകയാണ്. ഇപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, ഭാമാന്റി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭാമാന്റി അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഭാമാന്റിക്ക് എന്തൊക്കെയോ കള്ളത്തരമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. എന്തായാലും നമ്മുടെ സച്ചിയുടെ കാറിന്റെ കീ എടുത്ത് ബ്രേക്ക് അഴിച്ചു വിടുകയും ചെയ്യുന്നുണ്ട് ആന്റണി കൂട്ടുകാരും ചേർന്ന്. അങ്ങനെ ഇതൊന്നും അറിയാതെ പിറ്റേ ദിവസം നമ്മുടെ ഇവളോട് രേവതിയോട് യാത്രയൊക്കെ പറഞ്ഞ് അവനൊരു ട്രിപ്പ് പോവുകയും ചെയ്യുകയാണ്. വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് അവൻ പോകുന്നത്. അതൊന്നും അറിയാതെ സന്തോഷത്തോടു കൂടി അവനെ യാത്രയാക്കി നിൽക്കുന്ന രേവതിയെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.